അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എടുക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ തവണ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. ഇത് ഒരു കബോർഡ്സിൻ്റെയാണ്. നമ്മൾ കഴിഞ്ഞ തവണ ACP ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ കിച്ചൺ കബോർഡ്സാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് നമ്മൾ ഹൈലം ഷീറ്റും ACP ഷീറ്റും മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കബോർഡാണ്. ഇതാണ് ആ കബോർഡ്സിന്റെ ഇന്നർ സൈഡ് വരുന്നത്. 3 ഡോറാണ് ഇതിൽ വരുന്നത്. ഇതിൽ നമ്മൾ അലൂമിനിയം ഫ്രെയിമാണ് സൈഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫുള്ളും അലൂമിനിയം ഫ്രെയിമാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇതിൽ ഈ റെഡ് കാണുന്നതാണ് നമുക്ക് ACP ഷീറ്റ് വന്നിരിക്കുന്നത്. ഇവിടെ ACP ഷീറ്റ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ കാണുന്ന റെഡും അതിന്റെ ഉള്ളിൽ കാണുന്ന വൈറ്റുമാണ് നമ്മൾ ACP ഷീറ്റ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി ഫുള്ള് ബ്ലൂ വരുന്നത് ഹൈലം ഷീറ്റാണ്. അപ്പൊ നമുക്കിത് ഇതിന്റെ ഡിഫറൻസ് എടുത്ത് കാണിക്കുന്നത് നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇതുണ്ടോ, ഹൈലം ഷീറ്റും ACP ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആ കാഴ്ചയിൽ തന്നെ നല്ലൊരു വേരിയേഷൻ നമുക്ക് കാണാൻ പറ്റും. ആ വിസിബിലിറ്റിയിൽ തന്നെ ഇത് നല്ലൊരു സ്മൂത്ത് ഗ്ലോസി ഫിനിഷാണ്. കളർ നല്ല എടുത്ത് കാണിക്കുകയാണ്. പക്ഷെ ഇത് അത്ര ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് കാണുന്നില്ല. അതേപോലെ തൊടുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. ഹൈലൈൻ ഷീറ്റും നമ്മളുടെ ACP ഷീറ്റും വരുന്നത്. ഇതേപോലെ ഒരു 3 ഡോറിന്റെ ഒരു കബോർഡ്, ബെഡ്റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാർഡ്രോബിലെ ഒരു കബോർഡ് നമുക്ക് ചെയ്യാൻ അറൗണ്ട് ഒരു 6 ഇഞ്ചൊക്കെയാണ് നമുക്ക് വരുന്നത്. ഇതാണ് അതിന്റെ ഇന്നർ സൈഡ് വരുന്നത്. അതിന്റെ ഉള്ളിൽ നമ്മൾ പാർട്ടീഷനായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ചുറ്റും വരുന്ന ബ്ലൂ കംപ്ലീറ്റ് വന്നിരിക്കുന്നത് ഹൈലം ഷീറ്റും, ബാക്ക് സൈഡിലുള്ള വൈറ്റ് ACP ഷീറ്റും, അടുത്ത് വരുന്ന ഈ ഒരു ഡോറുമാണ് നമ്മൾ ACP ഷീറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ഡോറുകളും നമ്മളിതിൽ ഹൈലം ഷീറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ഹൈലം ഷീറ്റും ACP ഷീറ്റിന്റെ ഡിഫറൻസ്. നമുക്ക് ഒറ്റ വിസിബിലിറ്റി ചെയ്ത് കാണുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ACP ഷീറ്റാണ് നമുക്കിത് ശരിക്കും എടുത്ത് കാണുന്നത്.